കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം. ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിന്റെ സാന്നിധ്യം ലളിത സുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുത്തുന്നുണ്ട്. പാത്തുമ്മയും ആടും. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാവിലോട്ട് ഓടിയെത്തുന്ന പേരാണ് പാത്തുമ്മ. പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹിയായ മൂത്ത സഹോദരി. ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം. ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ഇതാണ് ഈ കഥയിലെ സാറാമ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണിത്. കേശവൻ നായരുടെ പ്രേമവാചനമായ സാറാമ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാവരും വായിക്കേണ്ട ഒരു ചെറിയ കൃതി കൂടിയാണ് പ്രേമലേഖനം. ആനവാരി രാമൻ നായർ. രസകരമായ ഒരു കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ. ആനവാരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണിത്. പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയെ. അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി. എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെയാള് ഞമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ഈ സ്വഭാവ സവിശേഷത പിൽക്കാലത്ത് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു. സൈനബ. മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികാ കഥാപാത്രം. ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ്. സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമാണ് സൈനബ. മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ്. വളരെ ചെറിയതും രസകരവുമായ കൃതിയാണ് മജീദും സുഹറയും. വളരെ പ്രസിദ്ധമായ കഥാപാത്രങ്ങൾ. ബാല്യകാല സഖി എന്ന നോവലിലെ നായകനും നായികയും. ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത്. വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രങ്ങളാണിത്. പൊൻകുരിശ് തോമ. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ. അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് വന്നത്. മണ്ടൻ മുത്തപ്പ. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. പോക്കറ്റടി അത്ര മോശം കളിയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം. സൈനബയുടെ സഹായത്തോടെ മുച്ചീട്ടുകളിൽ വിജയിച്ച മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമാണ്.